നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പാൽവില കൂട്ടും. ക്ഷീരകർഷകർക്ക് പ്രയോജനപ്പെടുന്ന വർധനവുണ്ടാകുമെന്ന് മന്ത്രി ചിഞ്ചുറാണി. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ സപ്ലൈകോ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം. ഫലപ്രദമായി വിപണിയിൽ ഇടപെട്ടു എന്ന് മന്ത്രി GR അനിൽ. സ്ഥിതിവിവരക്കണക്കുകൾ നൽകിയില്ല എന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. വീണ്ടും വോട്ട് കൊള്ള ആരോപണവുമായി രാഹുൽ ഗാന്ധി. കർണാടകയിലെ കോൺഗ്രസ് ശക്തികേന്ദ്രങ്ങളിൽ വ്യാജ ലോഗിനുകൾ ഉപയോഗിച്ച് വോട്ടർമാരെ കൂട്ടത്തോടെ നീക്കിയെന്ന ആരോപണം. ഒഴിവാക്കപ്പെട്ട 2 വോട്ടർമാരെ ഹാജരാക്കി വാർത്താ സമ്മേളനം. വ്യക്തികളെ നേരിട്ട് കേൾക്കാതെ ഓൺലൈനായി വോട്ട് ഒഴിവാക്കാനാവില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശുചിമുറി ഉപയോഗത്തിൽ പെട്രോൾ പമ്പ് ഉടമകളുടെ അപ്പീൽ തള്ളി ഹൈക്കോടതി. ദേശീയപാതയിലെ ദീർഘദൂര യാത്രക്കാർക്കും ഉപഭോക്താക്കൾക്കും 24 മണിക്കൂറും ടോയ്ലറ്റ് സൗകര്യം നൽകണം. കൃത്യമായ ദൂരപരിധിയിൽ യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്നും കോടതി. പുനരധിവാസ പ്രശ്നത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ വീണ്ടും സമരത്തിലേക്ക്. പട്ടികയിൽ അപാകതയെന്ന ആരോപണം. ജനശബ്ദ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ പ്രതിഷേധം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ത്യക്ക് നിരാശ. നീരജ് ചോപ്ര പുറത്ത്. ഫിഫ റാങ്കിങ്ങിൽ അർജന്റീനയ്ക്ക് തിരിച്ചടി. 3-ാം സ്ഥാനം മാത്രം. സ്പെയിൻ 1-ാമത്, 2-ാം സ്ഥാനത്ത് ഫ്രാൻസ്. സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ഫലപ്രദമായി ഇടപെടാത്തതിൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിപക്ഷം. വില നിയന്ത്രണത്തിന് യോഗം പോലും വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. വില വർധനയിൽ സർക്കാർ ഫലപ്രദമായി ഇടപെട്ടതായും വെളിച്ചെണ്ണ വിലയിൽ ഇനിയും കുറവുണ്ടാകുമെന്നും മന്ത്രി GR അനിലും പറഞ്ഞു. വിലവർധനയിലും പണപ്പെരുപ്പത്തിലും വിലക്കയറ്റ തോതിലും മാസങ്ങളായി സംസ്ഥാനം 1-ാം സ്ഥാനത്താണെന്ന് സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് MLA ആരോപിച്ചു. വില നിയന്ത്രണത്തിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നും ഇനി അന്തർദേശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്താനേ സർക്കാരിന് കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായ 3-ാം ദിവസമാണ് സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഫലപ്രദമായി വിപണി ഇടപെടൽ നടത്തിയ വർഷമാണ് കടന്നുപോയതെന്നും പ്രതിപക്ഷ നേതാവ് പോലും സമ്മതിച്ചതാണെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാത്ത 8 വർഷങ്ങളാണ് കടന്നുപോയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷക്കാലം വില വർദ്ധിപ്പിക്കില്ല എന്ന വാഗ്ദാനം കൊടുത്തു. സാർ, 5 വർഷക്കാലം മാത്രമല്ല, 8 വർഷക്കാലം വില വർദ്ധിപ്പിച്ചില്ല. എന്നാൽ മന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്നും മണ്ഡലത്തിലെ സപ്ലൈകോ ഓണം മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിൽ താൻ പ്രസംഗിച്ചിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. മാർക്കറ്റിൽ മെക്കാനിക്കലായിട്ടുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. വിലവർധനയിൽ യോഗം വിളിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് വെറുതെ യാന്ത്രികമായി ഭരിച്ചു പോകുന്നതല്ല. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് മെക്കാനിക്കലാണ്. അവര് കഷ്ടപ്പെടുമ്പോൾ, അവര് ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരാഗ്രഹിക്കും, അവർ തിരഞ്ഞെടുത്തൊരു ഗവൺമെന്റിന്റെ സാന്നിധ്യം, ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ. അൺഫോർച്ചുനേറ്റ്ലി, ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ കേരളത്തിലില്ല. തുടർന്ന് സ്ഥിതി വിവര കണക്കുകൾ നിരത്തി ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷത്തിന് വ്യക്തമായ മറുപടി നൽകാൻ പോലും മന്ത്രി തയ്യാറായില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ കേന്ദ്ര ഫണ്ട് 1 വർഷമായി ലഭിക്കുന്നില്ല എന്നും ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് പദ്ധതി ഊർജിതമാക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. മണ്ണാർമലയിൽ ഭീതി പടർത്തുന്ന പുലിയെ മയക്കുവെടി വയ്ക്കുന്നതിന് ഉത്തരവ് നൽകിയതായി മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജലജീവൻ മിഷൻ പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പൂർത്തിയാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞെങ്കിലും നടപ്പിലാക്കിയ പദ്ധതിയിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷത്തിന് മറുപടിയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് സഭയിൽ വ്യക്തമാക്കിയത്. 1 വർഷമായി ജലജീവൻ മിഷന്റെ കേന്ദ്ര ഫണ്ട് സർക്കാരിന് ലഭിക്കുന്നില്ല എന്നാണ് മന്ത്രി സഭയെ അറിയിച്ചത്. തുക ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്രം 1 വർഷമായിട്ട് നമുക്ക് പണം അനുവദിച്ചു തരുന്നില്ല. 2028 വരെ ദീർഘിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും തുടർ നടപടികളൊന്നും തന്നെയും ആയിട്ടില്ല. എങ്കിലും സംസ്ഥാനത്ത് ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കരാറുകാർക്ക് കൊടുക്കേണ്ട തുക ഉൾപ്പെടെ കൊടുത്തു തീർത്ത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ലോൺ എടുക്കാൻ തീരുമാനിച്ചത്. അതിന് ഗവൺമെന്റ് അനുമതി കൊടുത്തു. തുടർ നടപടി സ്വീകരിച്ചു വരുന്നു. തുടർച്ചയായി പുലിയെ കണ്ട മണ്ണാർമലയിൽ പുലിയെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ ഉത്തരവുകളും നൽകിയതായി മന്ത്രി AK ശശീന്ദ്രൻ സഭയിൽ പറഞ്ഞു.
ദ്രുതകർമ്മസേനയെ കൂടുതലായി നിയോഗിച്ച് പെട്രോളിംഗ് വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുമെന്നും നജീം കാന്തപുരം MLA സഭയിൽ ഉയർത്തിയ സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മണ്ണാർമല പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ RRTകളെ നിയമിക്കുകയും പെട്രോളിംഗ് ശക്തിപ്പെടുത്തുകയുമാണ് ഇതുവരെ ചെയ്തിരുന്നത്. നേരത്തെ തന്നെ ഒരു കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോരാ എന്നാണ് ഇന്നലത്തെ ആലോചനയിൽ കണ്ടെത്തിയത് എന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള 2 കൂടുകൾക്ക് പുറമെ കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പാൽ വിലയിൽ വർധനയുണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചിറാണി അറിയിച്ചു. തോമസ് കെ തോമസ് MLA ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. അയൽ സംസ്ഥാനങ്ങളിലെ പാൽ അധികമായിട്ടുള്ള സാഹചര്യത്തിൽ അവിടുന്ന് ധാരാളം പാല് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്ഷീരവിപണിക്ക് ഭീഷണിയാക്കുന്നതിനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് പാൽ വില വർധനവ് സംബന്ധിച്ച് രൂപീകരിച്ച 5-അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടും ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ക്ഷീര കർഷകർക്ക് പ്രയോജനകരമായ രീതിയിലുള്ള പാൽ വില വർധനവ് നടപ്പിലാക്കുവാനുള്ള നടപടികൾ മിൽമ അധികം വൈകാതെ സ്വീകരിക്കുന്നതാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലപ്പുറം മണ്ണാർമലയിലെ പുലിയെ വെടിവെച്ച് പിടികൂടും. നിയമസഭയിൽ നിലപാട് സർക്കാർ വ്യക്തമാക്കിയതോടെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. സ്വൈര ജീവിതത്തിന് ഭീഷണിയായ പുലിയെ വെടിവെക്കാൻ ഉത്തരവിട്ടതിന്റെ ആശ്വാസത്തിലാണ് മണ്ണാർമലയിലെ നാട്ടുകാർ. മാസങ്ങളായി പുലിയുടെ ആക്രമണ ഭീഷണിയിലായിരുന്നു ഇവരുടെ ജീവിതം. മാസങ്ങൾക്ക് മുൻപ് തന്നെ പുലിയുടെ സാന്നിധ്യം വ്യക്തമായതോടെ നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടിട്ടും ആദ്യഘട്ടത്തിൽ വനം വകുപ്പ് തിരിഞ്ഞു നോക്കിയില്ല. നാട്ടുകാർ സ്വന്തം ചെലവിൽ സ്ഥാപിച്ച CCTVയിൽ പുലിയുടെ ദൃശ്യം പലതവണ പതിഞ്ഞതോടെ നാട്ടുകാർ പ്രക്ഷോഭപാതയിലായിരുന്നു. തുടർന്ന് വനംവകുപ്പ് കൂടുതൽ CCTVകളും കൂടുകളും സ്ഥാപിച്ചെങ്കിലും പുലി കെണിയിൽ വീണില്ല. ഇതോടെ പുലിയെ വെടിവെക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരം ശക്തമാക്കി. ഇതിനിടയിലാണ് പ്രശ്നം MLA നജീബ് കാന്തപുരം നിയമസഭയിൽ ഉന്നയിച്ചതും പുലിയെ വെടിവെക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയതും. നിരന്തരമായിട്ട് മണ്ണാർമലയിലുള്ള ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു പുലി വിഷയത്തിൽ. മന്ത്രി ആ ഒരു കാര്യത്തിന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ഉത്തരവിടുകയും ചെയ്തത് ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു ആശ്വാസമാണ് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. സർക്കാർ നിലപാട് വ്യക്തമാക്കിയതോടെ എത്രയും പെട്ടെന്ന് പുലിയെ വെടിവെക്കാൻ വനം വകുപ്പ് നടപടികൾ എടുക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, മലപ്പുറം. കാട്ടാന ഭീതിയിൽ മൂന്നാർ. ഒറ്റയാൻ പടയപ്പയെ കൂടാതെ കാട്ടാന കൂട്ടങ്ങളും ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു. ആനയുടെ ആക്രമണത്തിൽ വീടിന്റെ ഗേറ്റ് തകർന്നു. വഴിയോര കടകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ദേവികുളം ലാക്കാട് സ്വദേശി ജോർജ് മുക്കത്തിന്റെ വീടിനു നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത്. ഗേറ്റ് തകർത്ത് അകത്തു കടന്ന ആനകൾ മുറ്റത്ത് കിടക്കുകയായിരുന്ന കാറും ആക്രമിച്ചു. പന്ത്രണ്ടര മണിക്ക് ഞാനൊരു ശബ്ദം കേട്ട്, ഗേറ്റിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് 3 ആന, ഒരു പിടിയാനയും 2 കുഞ്ഞുങ്ങളും ഇവിടെ വീട്ടിൻ്റെ മുറ്റത്തോട്ട് കയറി വന്ന് ഗേറ്റൊക്കെ പൊളിച്ച് ഇവിടെ തടന്ന് ഒരു മണിക്കൂറോളം ഇവിടെ തന്നെ കഴിഞ്ഞുകൂടി. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഇവർ ഈ കാറിൽ ചാരിക്കുക, അതിനകത്ത് ഒരു കുത്തിയിട്ടുണ്ട്. കാറിൽ കുത്തിയിട്ട് 2 തുള വീണിട്ടുണ്ട്, ഹോൾ വീണിട്ടുണ്ട്. പടയപ്പ ഏതാനും ദിവസങ്ങളായി മൂന്നാർ ഉദുമൽപേട്ട റോഡിൽ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെരിയവരൈ പാലത്തിന് സമീപം 2 വഴിയോര കടകൾ നശിപ്പിച്ചു. കടയിലുണ്ടായിരുന്ന പൈനാപ്പിൾ, ചോളം തുടങ്ങിയവ അകത്താക്കി. ഒറ്റയാനെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും കാടുവിട്ടിറങ്ങുന്നത് വൻ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. പെട്രോൾ പമ്പുകളിൽ ടോയ്ലറ്റ് ഉപയോഗം സംബന്ധിച്ച വിഷയത്തിൽ പെട്രോൾ പമ്പ് ഉടമകൾക്ക് വീണ്ടും തിരിച്ചടി. ദേശീയപാതയിലെ ദീർഘദൂര യാത്രക്കാർക്കും ഉപഭോക്താക്കൾക്കും 24 മണിക്കൂറും ടോയ്ലറ്റ് സൗകര്യം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പെട്രോൾ പമ്പ് ഉടമകൾ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. യാത്രക്കാർക്ക് ദേശീയപാതയോരത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കൃത്യമായ ദൂരപരിധിയിൽ NHAI അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തണമെന്നും സംസ്ഥാന അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ട ബാധ്യത പെട്രോൾ പമ്പ് ഉടമകൾക്ക് മേൽ നൽകാനാവില്ല എന്നും ഹൈക്കോടതി നിരീക്ഷണത്തിൽ വ്യക്തമാക്കി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ അവസാനം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ അപാകത ആരോപിച്ച് ദുരന്തബാധിതർ വീണ്ടും സമരത്തിലേക്ക്. ജനശബ്ദ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെയാണ് സമരം.
അർഹരായ 173 കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ദുരന്തബാധിതരുടെ കൂട്ടായ്മ സമരം പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയും കളക്ടറേറ്റും ഉപരോധിക്കാനാണ് തീരുമാനം. പുതുതായി കൂട്ടിച്ചേർത്ത പട്ടികയിൽ ഉൾപ്പെട്ട 49 കുടുംബങ്ങളിൽ 12 പേർ അനർഹരാണ്. ഒരേ കാട്ടിൽപ്പെട്ട 2 പേരും മുണ്ടക്കയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് മാറി താമസിച്ചവർ വരെ പട്ടികയിൽ ഉൾപ്പെട്ടപ്പോൾ അർഹരായ പലരും ഒഴിവാക്കപ്പെട്ടു. അതായത് ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്ര കാലം നമ്മൾ വെയിറ്റ് ചെയ്തു. 1 വർഷവും 2-ാം മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അപ്പോൾ ഇപ്പോഴും ലിസ്റ്റ് എന്ന് പറയുന്നത് പൂർത്തീകരിക്കാത്ത ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനിയൊരു കാത്തിരിപ്പിനുള്ള സമയമല്ല. ഇനിയൊരു ലിസ്റ്റ് വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷയും നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ തിരുവനന്തപുരം പോയി അന്വേഷിച്ച സമയത്ത് പറഞ്ഞത് എല്ലാവരെയും പരിഗണിക്കും, തീർച്ചയായിട്ടും ഘട്ടം ഘട്ടമായി പരിഗണിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ആശങ്കയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതിനാൽ ഞങ്ങൾ എന്തായാലും മറ്റന്നാൾ ഒരു സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. അത് മനസ്സിൽ സമരത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല ഒരിക്കലും ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിച്ച് നിർത്തിയിരിക്കുകയാണ്. പട്ടികയിലെ 6 പേർ അനർഹരാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അനർഹരായവർ പട്ടികയിൽ കടന്നുകൂടിയതിനു പിന്നിൽ പ്രവർത്തിച്ചത് സ്ഥലം മാറിപ്പോയ വില്ലേജ് ഓഫീസറാണെന്നും ദുരന്തബാധിതർ ആരോപിക്കുന്നു. അമൃത ന്യൂസ്, വയനാട്. പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് KSU നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ കമ്പും കല്ലും ചീമുട്ടയും വലിച്ചെറിഞ്ഞു. നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം പോലീസ് മർദ്ദനങ്ങൾ ആയുധമാക്കുമ്പോഴാണ് സഭയ്ക്ക് പുറത്തും യുവജന സംഘടനകളുടെ പ്രതിഷേധം ഉയരുന്നത്. KSU പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. സംസ്ഥാനത്ത് 144 പോലീസുകാരെ പിരിച്ചുവിട്ടതായുള്ള മുഖ്യമന്ത്രിയുടെ സഭയിലെ പ്രസ്താവന സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. UDF സർക്കാരിൻ്റെ കാലത്ത് ഒരു പോലീസുകാരനെയും സർവീസിൽ നിന്നും നീക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബോധപൂർവം സഭയെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 50-ൽ താഴെ പേരെ മാത്രമേ പിരിച്ചുവിട്ടിട്ടുള്ളൂ. 144 പോലീസുകാരുടെ ലിസ്റ്റ് പുറത്തുവിടാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുത്തങ്ങയിലെ പോലീസ് നടപടി UDF തീരുമാനപ്രകാരം തന്നെയാണെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. സായുധ കലാപം നടത്താനാണ് അന്ന് ശ്രമമുണ്ടായത്. ശിവഗിരിയിൽ സംഘർഷം ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. താൻ അന്ന് MP-യും KPCC അധ്യക്ഷനുമാണ്. പിണറായി വിജയൻ ആയുധങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ തുരുമ്പിച്ചവ എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. AK ആന്റണിയുടെ കാലത്തെ വിഷയമായതിനാലാണ് അദ്ദേഹം പ്രതികരിച്ചതെന്നും K മുരളീധരൻ പറഞ്ഞു. തെരുവുനായ ആക്രമണത്തിൽ 3 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. കോട്ടക്കലിൽ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിൽ 3 വയസ്സുകാരി ഫാത്തിമ സെനയ്ക്കാണ് കടിയേറ്റത്. കഴുത്തിലും ചെവിയിലും ഉൾപ്പെടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ 10 മുറിവേറ്റ പാടുണ്ട്. ശനിയാഴ്ച പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പുരോഗതി വിലയിരുത്തി അവലോകന യോഗം നടന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംഗമത്തിൽ പരമാവധി 3500 പേർ പങ്കെടുക്കും. ശബരിമല മാസ്റ്റർ പ്ലാൻ വികസനം, സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട്, തീർത്ഥാടന കാലത്തെ സുരക്ഷയും തിരക്ക് നിയന്ത്രണവും എന്നിങ്ങനെ വിവിധ സെക്ഷനുകളിൽ ചർച്ച നടക്കും. NSS പ്രസിഡന്റ്, SNDP യോഗം ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചതായും വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. നമുക്കുണ്ടായ അനുഭവങ്ങൾ വളരെ സ്വാഗതമായ അനുഭവങ്ങളാണ്. പൊതുവിൽ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല തീരുമാനം ഓടെടുത്തുകൊണ്ടുള്ള പ്രതികരണം ഉണ്ടായി. എങ്ങും എവിടെ നിന്നും അതിനനുസരിച്ചുള്ള ഉപാധികളുണ്ട്. അത്തരത്തിൽ വന്നപ്പോൾ 3000 പേര് ഉൾപ്പെടുത്തിയുള്ള ഈ സംഗമം ആലോചിച്ചെങ്കിലും രജിസ്റ്റർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 5000 ആളുകൾ വന്നു കഴിഞ്ഞു. 15-ാം തീയതി വരെയുള്ള രജിസ്ട്രേഷൻ 4000 ആളുകളാണ്. അതിനുശേഷമുള്ള രജിസ്ട്രേഷൻ പിന്നെയാണ്. അപ്പോൾ 5000 കോടി ആളുകളുടെ രജിസ്ട്രേഷൻ വന്നു. ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് അതിന്റെ ക്രമീകരണം ഉറപ്പാക്കാൻ വേണ്ടി എടുത്ത നിലപാടിൽ നേരത്തെ തന്നെ നോട്ട്സ് പറഞ്ഞിരുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്ത് വിശേഷിച്ചിവിടെ കോഴിക്കോട് ചേളന്നൂർ SN കോളേജിൽ പ്രിൻസിപ്പലിനെ ഉപരോധിച്ച SFI. പഠിക്കാൻ ക്ലാസ് റൂമുകൾ ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ സമരം നടത്തിയത്.
ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് നാളെ ആലപ്പുഴ കൈനഗിരിയിൽ തുടക്കമാകും. IPL മാതൃകയിലുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ ലീഗ് മത്സരങ്ങൾക്കാണ് വെള്ളിയാഴ്ച കൈനഗിരി ജലോത്സവത്തോടെ തുടക്കമാകുക. നെഹ്റു ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 9 ചുണ്ടൻ വള്ളങ്ങളും തുഴച്ചിൽ ക്ലബ്ബുകളും CBLൽ മാറ്റുരയ്ക്കും. ആലപ്പുഴ ജില്ലയിൽ മാത്രം 5 മത്സരങ്ങൾ നടക്കും. മലബാർ മേഖലയിലും മധ്യ കേരളത്തിലുമായി 3 മത്സരങ്ങൾ വീതമുണ്ട്. ഇത്തവണ കാസർഗോഡ് ജില്ലയിലും CBL മത്സരമുണ്ട്. ലീഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്ന വള്ളത്തിന് 25 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 15 ലക്ഷം രൂപയും 3ാം സ്ഥാനക്കാർക്ക് 10 ലക്ഷം രൂപയും സമ്മാനം ലഭിക്കും. മത്സരങ്ങൾ വൈകിട്ട് 4-ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ജലമേള ഉദ്ഘാടനം ചെയ്യും. വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളുടെ GST ഒഴിവാക്കിയത് മൂലം വാർഷിക പോളിസി പ്രീമിയത്തിൽ 18% കുറവ് വരുമെന്ന് ഇൻഷുറൻസ് ഏജൻറ്റ്സ് അസോസിയേഷൻ. ഈ ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇൻഷുറൻസ് ഏജൻറ്റ്സ് അസോസിയേഷൻ കേന്ദ്ര മന്ത്രിമാർക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നു. നിലവിൽ രാജ്യത്തെ 38% പൗരന്മാർക്ക് മാത്രമാണ് ആരോഗ്യ ഇൻഷുറൻസ് സംരക്ഷണമുള്ളത്. GST ഒഴിവാക്കിയത് മൂലം കൂടുതൽ പൗരന്മാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ വാങ്ങുന്നതിന് അവസരമൊരുങ്ങുമെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും സംഘടിപ്പിച്ച വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും പൊതുജന അഭിപ്രായവും പുതിയ ആശയങ്ങളും സ്വരൂപിക്കുന്നതിനും സംഘടിപ്പിക്കുന്ന വികസന സദസ്സുകൾക്ക് ആലപ്പുഴ ജില്ലയിൽ സെപ്റ്റംബർ 22-ന് തുടക്കമാകും. ഒക്ടോബർ 20-നകം ജില്ലയിലെ 78 തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സദസ്സുകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വികസന സദസ്സുമായി ബന്ധപ്പെട്ട ജില്ലയിലെ ക്രമീകരണങ്ങൾ ആലോചിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച തദ്ദേശ പ്രസിഡന്റുമാരുടെ യോഗത്തിലാണ് തീരുമാനം. മലപ്പുറത്ത് നടന്ന മുത്തപ്പൻ കോലത്തിനെതിരെ പ്രതിഷേധവുമായി തീയക്ഷേമ സഭ. മുത്തപ്പ ഭഗവാന്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർ പാടിയിലും പറശ്ശിനി സമ്പ്രദായത്തിലും ഇല്ലാത്ത തരത്തിലാണ് മുത്തപ്പൻ എന്ന പേരിൽ മലപ്പുറത്ത് കോലം തുള്ളിയത്. ധനസമാഹരണം ലക്ഷ്യമാക്കി ഭക്തലക്ഷങ്ങളെ അപമാനിക്കുന്ന സമീപനമാണ് മലപ്പുറം ചൂരക്കണ്ടിയിൽ നടന്നതെന്നും തീയക്ഷേമ സഭ ആരോപിച്ചു. മുത്തപ്പന്റെ പരികർമ്മിയായ മടയനും പാരമ്പര്യ അവകാശിയായ കോലധാരിയും ചേർന്ന് പ്രാർത്ഥന നടത്തി പൈങ്കുറ്റി നിവേദിച്ച് തെയ്യത്തെ വരവിളിച്ച് മലയിറക്കൽ ചടങ്ങ് നടത്തിയാണ് ശിവഭഗവാന്റെ വെള്ളാട്ട രൂപമായ മുത്തപ്പൻ ഭക്തർക്കിടയിലെത്തുന്നത്. ഇത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യ വിശ്വാസം. അതിന് വിപരീതമായി ഒരു പേക്കോലം എന്ന നിലയിലാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ മലപ്പുറം ചൂരക്കണ്ടിയിൽ തെയ്യം എന്ന പേരിൽ ഒരാൾ രംഗത്ത് വന്നതെന്ന് തീയക്ഷേമ സഭ ചൂണ്ടിക്കാട്ടി. മുഖത്ത് മഞ്ഞൾക്കുറിയോടെ ചന്ദ്രക്കല എഴുതിയ മുഖത്തെഴുത്ത് പോലും മലപ്പുറത്ത് നടന്ന വ്യാജ തെയ്യക്കോലത്തിനില്ല. ജനലക്ഷങ്ങളുടെ വിശ്വാസ പാരമ്പര്യത്തെ അവഹേളിക്കുന്നതിനെതിരെ സർക്കാരും ദേവസ്വം വകുപ്പും നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് തീയക്ഷേമ സഭ ആവശ്യപ്പെട്ടു. ജനലക്ഷങ്ങളായ വിശ്വാസികളെയും മുത്തപ്പന്റെ ആചാരാനുഷ്ഠാനത്തെയും അവഹേളിക്കുന്ന കാഴ്ചയാണ് മലപ്പുറത്ത് കണ്ടത്. മടയനോ കൊലധാരിയോ പൈങ്കുറ്റിയോ ഇല്ലാതെ ഒരു വ്യക്തി നടത്തിയ പേക്കുത്താണ് ചൂരക്കണ്ടിയിൽ നമ്മൾ കണ്ടത്. ഇതിനെതിരെ നിയമ നടപടിയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധവുമായി മുത്തപ്പൻ സേവാ സംഘവും രംഗത്തെത്തിയിട്ടുണ്ട്. ധനസമാഹരണം ലക്ഷ്യമാക്കി നടത്തിയ മലപ്പുറത്തെ പേക്കോലം സോഷ്യൽ മീഡിയകളിൽ വൻ ചർച്ചയായിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. തന്റെ പേരും ചിത്രവും ഉപയോഗിച്ച് അപമാനിക്കാൻ ശ്രമം നടക്കുന്നതായി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും CPM നേതാവും അധ്യാപികയുമായ KJ ഷൈൻ ടീച്ചർ. രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തുന്ന രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് KJ ഷൈൻ അറിയിച്ചു. മുഖ്യമന്ത്രിക്കും DGPക്കും സംസ്ഥാന വനിതാ കമ്മീഷനും തെളിവുകൾ സഹിതം പരാതി നൽകുമെന്നും അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കള്ളവോട്ട് ചേർക്കുന്നവരെ സംരക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് മോഷണം കമ്മീഷന്റെ അറിവോടെയെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പിന്നിൽ ആരാണെന്ന് അടുത്ത ദിവസം പുറത്തുവിടുമെന്നും ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും രാഹുൽ വ്യക്തമാക്കി. After solid proof that I'm going to show you, the youth of India, the people of India today, proof that is black and white, absolutely clear, that the Chief Election Commissioner of India is protecting the people who have destroyed Indian democracy. I'm also going to show you the method by which votes are being added and deleted, and I'm going to show you how they are done, how that is done. Has been systematically targeting millions of voters. രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന്
കമ്മീഷൻ വ്യക്തമാക്കി ഓൺലൈൻ സംവിധാനത്തോടെ ആരുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാനാകില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. രാഹുലിനെ വിമർശിച്ച് BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ആരോപണം ഉന്നയിക്കുന്ന ജോലിയാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് BJP നേതാവ് അനുരാഗ് ഠാക്കൂർ കുറ്റപ്പെടുത്തി. लेकिन अगर निष्पक्षता के साथ भारत का इलेक्शन कमीशन काम कर रहा है तो बार बार राहुल गांधी जी का प्रयास है कि लोकतंत्र पर प्रहार किया जाए, भारत के लोकतंत्र को कमजोर किया जाए, जनता को गुमराह किया जाए और जिस तरह से बांग्लादेश नेपाल में स्थिति बनती है वैसे झूठ बोल बोल के वहां पे स्थिति पैदा कर दो देश में। मैं एक और उदाहरण आपको देना चाहता हूं। अभी हाल ही में कर्नाटक हाईकोर्ट का फैसला आया, मलूर विधानसभा के चुनाव को खारिज किया है। क्या 2023 में कांग्रेस ने वोटों के എറണാകുളം പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ആരോഗ്യ മാധ്യമ ഉച്ചകോടി കൊച്ചിയിൽ നടക്കും. കല്ലൂർ IMA ഹൗസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന 30-ലേറെ മാധ്യമപ്രവർത്തകർ പങ്കെടുക്കും. ആസ്റ്റർ മെഡിസിറ്റി, IMA കൊച്ചി എന്നിവരുമായി സഹകരിച്ചാണ് നാഷണൽ ഹെൽത്ത് ജേർണലിസം സമ്മിറ്റ് 20-21 തീയതികളിൽ സംഘടിപ്പിക്കുന്നതെന്ന് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും മാധ്യമപ്രവർത്തകരും പങ്കെടുക്കുന്ന ഇത്തരത്തിലൊരു ഉച്ചകോടി രാജ്യത്ത് ആദ്യമായിട്ടാണെന്ന് എറണാകുളം പ്രസ് ക്ലബ് ഭാരവാഹികളായ R ഗോപകുമാർ, M ഷജിൽകുമാർ എന്നിവർ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന വിവിധ സെക്ഷനുകളിൽ പത്മഭൂഷൺ ജേതാവ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം അടക്കം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആരോഗ്യ, നിയമ, മാധ്യമ മേഖലയിലെ വിദഗ്ധർ പങ്കാളികളാകും. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ 25 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടെന്ന് പോലീസ്. ഇരകളെ വിവരങ്ങൾ അറിയിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. സംഭവത്തിൽ ഒരാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കടവന്ത്ര സ്വദേശിയുടെ 25 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ കൊല്ലം അഞ്ചൽ സ്വദേശിനി G സുജിതയാണ് സൈബർ പോലീസിന്റെ പിടിയിലായത്. പല സമയങ്ങളിലായി 20ഓളം അക്കൗണ്ടുകളിലൂടെയാണ് കടവന്ത്ര സ്വദേശിയിൽ നിന്ന് ഇവർ പണം വാങ്ങിയത്. ഇതിൽ ഒരു അക്കൗണ്ട് പാലാരിവട്ടം ഫെഡറൽ ബാങ്ക് ശാഖയിൽ സുജിതയുടെ പേരിലുള്ളതാണ്. സംഭവത്തിൽ കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആള് അവരുടെ അക്കൗണ്ട് കൊടുക്കുന്നത് മാത്രമല്ല, അവരുടെ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ഈ ലെയർ 1 അക്കൗണ്ടിലാണ് വന്നത്. അതിനകത്ത് കുറേ ലക്ഷക്കണക്കിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. കൂടുതൽ ആൾക്കാരുടെ നിന്ന് പൈസ പോയിട്ടുണ്ട്. അറസ്റ്റിലായ സുജിതയിൽ നിന്ന് മറ്റു പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിന്റെ സൂത്രധാരൻ മലയാളിയാണെന്നാണ് സംശയം. കേരളത്തിൽ ഇത്തരം തട്ടിപ്പുകൾ വർദ്ധിച്ചതിന് പിന്നാലെ ബോധവൽക്കരണവും പോലീസ് നൽകുന്നുണ്ട്. വിക്ടിംസിനെ നമ്മൾ കണ്ടു ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവരിത് അറിഞ്ഞിട്ടില്ല എന്നതാണ്. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉടനുണ്ടായേക്കും. അതേസമയം കൊച്ചിയിൽ നിന്ന് 2.88 കോടി തട്ടിയെടുത്ത കേസിലും നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. സൗദി പാക് പ്രതിരോധ ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യസുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കും. രാജ്യ താൽപ്പര്യവും സുരക്ഷയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനും പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും പുതിയ പ്രതിരോധ ഉടമ്പടി ഒപ്പുവെച്ചത്. ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി അതിനെ കണക്കാക്കുമെന്നാണ് കരാറിന്റെ ഉള്ളടക്കം. ഇസ്രയേൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമാണ് പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. കരാർ ഇരു രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യമാണെങ്കിലും രാജ്യത്തെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. പ്രതിരോധ ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സവാൾ പറഞ്ഞു. ഉടമ്പടി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യങ്ങൾ ആഗോളതലത്തിലെ സ്ഥിരതയെ ബാധിക്കുന്നതും പരിശോധിക്കും. രാജ്യ താൽപ്പര്യവും സുരക്ഷയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വലിയ തിരിച്ചടി പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരുന്നു. പ്രകോപനപരമായ സാഹചര്യമുണ്ടായാൽ ഇനിയും ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ ശക്തമായി നിലപാടെടുക്കേണ്ടി വരും. അത്തരം നീക്കങ്ങൾക്ക് ഇപ്പോഴത്തെ ഉടമ്പടി തടസ്സമാകുമോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നീക്കമുണ്ടായാൽ സൗദിയുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കരാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സുരേഷ് ഗോപി ഒരു നല്ല വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്ന് തൃശ്ശൂരിൽ സംഘടിപ്പിച്ച കലുങ്ക് സൗഹൃദ സദസ്സിൽ പങ്കെടുത്ത വീട്ടമ്മയായ ആനന്ദവല്ലി. സുരേഷ് ഗോപിയെ കാണാമല്ലോ എന്ന് കരുതിയാണ് പോയത്. അദ്ദേഹം ഒരു നല്ല വാക്കും പറഞ്ഞില്ല.
സംഭവത്തിനിടെ നടന്ന സംഭവങ്ങളിൽ സങ്കടമുണ്ടെന്നും ആനന്ദവല്ലി പറഞ്ഞു. ED പണം പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ആ പണം ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂവെന്നും ചേച്ചി അധികം വർത്തമാനം പറയണ്ട എന്നുമായിരുന്നു ആനന്ദവല്ലിയോടുള്ള സുരേഷ് ഗോപിയുടെ മറുപടി. സുരേഷ് ഗോപിയോട് ചോദിച്ചതാ. സുരേഷ് ഗോപിനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ചെന്നതാ. അപ്പോൾ കോർപ്പറേറ്റിലെ കാശ് എന്ന് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു DDനെ കാണാനാ അല്ലെങ്കിൽ മന്ത്രിയുടെ അടുക്കേ ചെല്ലൂ എന്ന് മാത്രമേ പറയാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷേ നല്ലൊരു വാക്കങ്ങേരി പറഞ്ഞില്ല. ഇത് കിട്ടുമെന്നാ അല്ലെങ്കിൽ കിട്ടില്ലെന്നാ ഒന്നും ആള് പറഞ്ഞില്ല. അതിനൊരു വിഷമം എനിക്കുണ്ട്. പുള്ളിയോട് നല്ല വാക്ക് പറയായിരുന്നു അങ്ങേർക്ക്. എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡനത്തിനിരയായ അതിജീവിത പോലീസ് കസ്റ്റഡിയിൽ. അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ 5 പേർ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പ്രിൻസിപ്പലിനോട് പ്രതിഷേധം അറിയിക്കാൻ എത്തിയപ്പോഴാണ് അതിജീവിതയെ കസ്റ്റഡിയിലെടുത്തത്. അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ 5 ജീവനക്കാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തിരികെ മെഡിക്കൽ കോളേജിലെത്തി ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഇക്കാര്യത്തിൽ നീതി തേടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ കാണാനെത്തിയ അതിജീവിതയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൂടെയുള്ള സാമൂഹ്യ പ്രവർത്തകൻ നൌഷാദ് തെക്കയിലിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പീഡനക്കേസ് പ്രതിക്ക് വേണ്ടി തന്നെ ഭീഷണിപ്പെടുത്തിയവരെ ജോലിയിൽ തിരിച്ചെടുത്തത് ശരിയായില്ലെന്ന് അതിജീവിത. 5 പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് അതിജീവിത പറഞ്ഞു. പ്രതികളെ സംരക്ഷിക്കാനാണ് എപ്പോഴും സർക്കാർ ശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് പരാതി കൊടുത്തിട്ടും എല്ലാ വിധത്തിലും മുഖ്യമന്ത്രിയെ കണ്ട് ആരോഗ്യമന്ത്രി അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ സ്വന്തം പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഒരു അതിജീവിത കൂടെ ഉണ്ടെങ്കിൽ അവർ കൂടെ നിൽക്കാത്തതാണ് നല്ലത്. അപ്പോൾ എനിക്ക് എന്തായാലും നീതി കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. പ്രിൻസിപ്പലിന്റെ ക്യാബിന് പുറത്തുനിന്നാണ് ഇരുവരെയും മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അമൃത ന്യൂസ്, കോഴിക്കോട്.